ഇനി നമ്പർ 1 പോയിന്റിലേക്ക് കടക്കാം. ഇതൊരു പോസിറ്റീവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇന്ന് എനിക്ക് തോന്നിയത് ഒമാർ ബായാണ്. കാരണം ഈ ഒരു പ്ലെയറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര വലിയ സംശയം ഉണ്ടായിരുന്നു ഈ പ്ലെയർ ഈ ടീമിലേക്ക് വന്നപ്പോൾ. കാരണം ഒരു വർഷത്തോളം ഫ്രീ ഏജന്റ് ആയിരുന്നു, ക്ലബ്ബുകളിൽ കളിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്ലെയറിനെയാണ് നമ്മൾ സെന്റർ ബാക്കിൽ കൊണ്ടുവരുന്നത്. സെന്റർ ബാക്ക് നമുക്കറിയാം ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനദർ പൊസിഷൻ, കുറേ പൊസിഷനുകളുണ്ട് നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള. ഗോൾ കീപ്പർ, റൈറ്റ് ബാക്ക്, സെന്റർ ബാക്ക്, DM, അങ്ങനെ കുറേ പൊസിഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു പൊസിഷനാണ് സെൻറ്റർ ബാക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു പ്ലെയർ വരുമ്പോൾ ഈ പ്ലെയറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻഫർമേഷനും എനിക്കൊന്നും കിട്ടിയില്ല, എങ്ങനത്തെ ആളാണ്, എന്തായിരിക്കും. അപ്പം നാച്ചുറലി നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു 10, 11, 12 മാസം ഒരു ക്ലബ്ബിലും കളിക്കാത്തൊരു പ്ലെയർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ചലഞ്ച് എന്തായാലും ഉണ്ടാവും. ഒമാറിൻ്റെ വീക്ക്നെസ് ഭയങ്കര ഓബ്വിയസ് ആണ്, അത് അദ്ദേഹത്തിൻ്റെ പേസ് തന്നെയാണ്. കാരണം ഒരു 1-on-1 സിറ്റുവേഷൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓവർ ദ ടോപ്പ് ബോൾ വരുവാണ്, ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ട് ഒരു 1-on-1 റേസ് വരണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒമാറിന് ഓടിയെത്താൻ പറ്റുമെന്ന്. കാരണം അതൊരു വീക്ക്നെസ് തന്നെയായിട്ടാണ് തോന്നുന്നത്. അത് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു പെട്രാട്ടോസ് ഇതുപോലെ തന്നെ പെട്രാട്ടോസിനെ തേടി ഒരു ഓവർ ദ ടോപ്പ് ബോൾ വന്നപ്പോഴത്തേക്ക് ഒമാർ ബായ്ക്ക് വേറൊന്നും ചെയ്യാനില്ല. പുള്ളിക്ക് അറിയാം പുള്ളി ആ ഒരു റേസിൽ എൻ്റർ ചെയ്താൽ പുള്ളി തോക്കുമെന്നറിയാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി അങ്ങോട്ട് വീണ് ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. കാരണം പെട്രാട്ടോസിൻ്റെ മുമ്പിലോട്ട് വീണ് പെട്രാട്ടോസിനെ ഉരുട്ടിയിട്ട് പുള്ളി ബോൾ അടിച്ച് കോർണർ എന്തോ കളഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിൻ്റെ അകത്ത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളിയുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാം. പക്ഷേ പുള്ളി അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മത്സരത്തിൽ നല്ലോണം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന്, പുള്ളിയുടെ പൊസിഷണൽ അവയർനെസ് ആണ്. കാരണം പേസ് ഇല്ലാത്ത പ്ലേയേഴ്സ് നമുക്കറിയാം, ഈ സെൻറ്റർ ബാക്സ് ഒക്കെ കുറച്ചും കൂടെ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക് ഓബിയസ്ലി അവരുടെ പേസ് കുറയുമല്ലോ, പേസ് നഷ്ടപ്പെടും. അപ്പോൾ അവരുടെ പൊസിഷനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഗോള് കൺസീഡ് ചെയ്തതിൽ പുള്ളിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം അവിടെ അങ്ങനെ ഒരു ഓവർലോഡ് സംഭവിച്ചു. സഹീഫ് അവിടെ കമ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അഭിഷേക് അകത്തോട്ട് കയറി. കംപ്ലീറ്റ്ലി ലൈക്ക് 2 ഡിഫൻഡേഴ്സ് എന്തോ നമ്മുടെ ബോക്സിലുള്ളൂ, അവരുടെ 3 4 പ്ലെയേഴ്സ് എന്താണ്ടാണ് അപ്പോൾ ആ ബോക്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പുള്ളിക്ക് അവിടെ ആ പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു, അവിടെ നിന്ന് ക്രോസ് വന്നു, അവിടെ നിന്ന് ഗോൾ വീണു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പുള്ളിയുടെ ഫോൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഈ ഒമാർ ബാ ഒരു FC ഗോവയ്ക്കെതിരെയൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെച്ച് ആയിപ്പോയി, നമ്മൾ കംപ്ലീറ്റ്ലി പണ്ടാരടങ്ങുന്ന ഒരു അവസ്ഥ വന്നേക്കാം. പക്ഷേ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും പുള്ളിയുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി ഉള്ള പോലെ, അല്ലെങ്കിൽ പ്രതിവിധി കണ്ടുപിടിച്ച പോലെയാണ് പുള്ളി കളിച്ചത്. ചിലപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തേക്കാറുണ്ട്. കാരണം ബികാഷിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു പേസിൻ്റെ ഇഷ്യൂ ബികാഷിനില്ല. അപ്പം ഈ ഒരു കോംബോ ചിലപ്പോൾ ഇവർ കറക്റ്റായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് വർക്കാവുന്നൊരു കോംബോ തന്നെയാണ്. പക്ഷെ അതിനും എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലീറ്റ് ലൈനപ്പാണ്. ലൈക്ക് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഒക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് യൂണിറ്റാണ്. അവരെല്ലാവരും ഒരു വേവ് ലെങ്ത്തിൽ എത്തിയാലേ ഈ ഒരു സംഭവം ഒരു ടീമിന് കംപ്ലീറ്റ്ലി ബെനിഫിഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ.